നമസ്കാരം. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞാനിന്ന് വൻപയറും പിന്നെ അച്ചിങ്ങയും വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ സിമ്പിൾ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പൊ പോകാം നമുക്ക് എന്നാ. അതിനായിട്ട് ഞാനിതാ അതേ വൻപയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ദേ അച്ചിങ്ങപ്പയർ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉലർത്തിയെടുക്കാം കേട്ടോ. ഇപ്പൊ ഇത് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അത്രയും മതി. ഇനി നമുക്ക് ഉലുത്തിയെടുക്കാനുള്ളതല്ലേ. മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 3 പിരിയൻ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരാം കേട്ടോ. അപ്പൊ ഇവിടെ വറ്റൽമുളക് ഞാനിവിടെ ക്രഷ് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ 4 അല്ലി ചെറിയ ഉള്ളി 1 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് ഇനി ചതച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കി തുടങ്ങാട്ടോ. അതിനായിട്ട് ഞാൻ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മള്, അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണ ആ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പയറ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു സ്വല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ പയറ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് വൻപയർ വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ
സ്വാദിഷ്ടമായ വൻപയറും അച്ചിങ്ങയും കൂടെ ഉള്ള മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും കൂട്ടുകാർ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.